ഹായ് അലക്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോഡുലാർ കിച്ചണൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ലാബ് വാർക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചാണ്. പഴയ ആളുകളൊക്കെ സ്ട്രോങ്ങിന് വേണ്ടി സ്ലാബ് വാർക്കണം എന്ന പക്ഷക്കാരായിരിക്കും. എന്നാൽ പുതിയ മോഡുലാറിനകത്തൊക്കെ സ്ലാബ് വാർക്കാതെയും ചെയ്യാറുണ്ട്. ഇതിലെ കറക്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ മോഡുലാർ കിച്ചണാണ് നമ്മുടെ ഈ മോഡേൺ കിച്ചണാണെങ്കിലും മോഡുലാർ കിച്ചണാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സ്ലാബ് വാർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഈ സ്ലാബ് വാർക്കാതെ പ്ലെയിൻ റൂമാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ക്യാബിനറ്റിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇടുന്നതാണ്, അല്ലെങ്കിൽ ഗ്രാനോവൈറ്റോ അല്ലെങ്കിൽ കൊറിയൻ ടോപ്പോ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ സ്ലാബ് വാർക്കാതിരിക്കാൻ സ്ലാബ് വാർത്താനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സ്ലാബിൻ്റെ കനം ഓൾറെഡി അതിനകത്തുണ്ട്. ആ ഒരു കനത്തിൻ്റെ സ്റ്റോറേജ് നമുക്ക് താഴെ മുകളിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പിന്നീട് അലൈൻമെൻറ്റ് ഇഷ്യൂസ്, അതുപോലെ തന്നെ ആക്സസറീസ് പിടിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ മോഡുലാർ കിച്ചണകത്ത് സ്ലാബ് വാർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലുള്ള പ്രോബ്ലമാണ് നമ്മൾ ഈ സ്ലാബ് വാർക്കുമ്പോൾ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കും നമ്മൾ ഈ സ്ലാബ് വാർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ഹൈറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 85 സെൻറ്റിമീറ്ററാണ് നമ്മുടെ കൗണ്ടറിൻ്റെ ഹൈറ്റ് വരുന്നതെങ്കിൽ നമ്മുടെ ടൈൽ ഇട്ടതിന് ശേഷം 85 സെൻറ്റിമീറ്ററാണ് നമ്മുടെ കൗണ്ടറിൻ്റെ ഹൈറ്റ് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സ്ലാബ് നേരത്തെ വാർത്ത് വെച്ചാൽ ചിലപ്പോൾ കഴിയുകയില്ല. ചിലപ്പോൾ അതൊരു 90 ആകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അതൊരു 80 സെൻറ്റിമീറ്റർ ആകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടി ഇറങ്ങി ഏറ്റക്കുറച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കതിന് ഉപയോഗിക്കുന്ന ആൾക്ക് നടുവേദന കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സ്ലാബ് വാർക്കാതെ പ്ലെയിൻ റൂമാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൻ്റെ നമ്പറെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.